ശ്ലോകം 5. പ്രപൂജിതം തം പ്രിയയാചവിജിതം. ശൈവ്യ ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ പൂജാതി കർമ്മങ്ങളെല്ലാം കാല് കഴിച്ച് പൂജാതി കർമ്മങ്ങളെല്ലാം ചെയ്തു. എന്നിട്ടോ പിന്നാലെ നിന്ന് വീശാൻ തുടങ്ങി. രണ്ടുപേർക്കും കൂടി ചേർത്ത് ശൈവ്യ വീശിക്കൊണ്ടിരിക്കുന്നു. എന്തെന്നില്ലാത്ത സന്തോഷത്തോടുകൂടി ഭഗവാൻ ആ കൈ വിട്ടിട്ടില്ല. ആ പിടിച്ചു കൊണ്ടുവന്ന കൈ അങ്ങനെ ഇരിക്കണു. അതാണ് കരേ ഗൃഹീത്വ അകഥയ പുരാകൃതം. സുധാമാവ് ഓർമ്മയുണ്ടോ? ഗുരുകുലത്തിൽ താമസിച്ച സമയം നമ്മളെങ്ങനെയാണ് കഴിച്ചു കൂട്ടിയത്? എന്താ ഒന്നും മിണ്ടാത്തത്? കണ്ണടച്ചുകൊണ്ടിരിക്കണേ എപ്പോഴും. പുരാകൃതം. ഞാൻ പറയാം, എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും പച്ച പിടിച്ചു നിൽക്കുന്ന ഒന്നുണ്ട്. ഓർമ്മയില്ലേ? യദിന്ധനാർത്ഥം ഗുരുദാര ചോദിതൈഹി. ഒരു ദിവസം വൈകുന്നേരത്ത് പെട്ടെന്ന് ഗുരുപത്നി സുധാമാവിനെ അല്ലേ വിളിച്ചതാദ്യം. സുധാമാവേ, നാളേക്ക് ഒരു കൊള്ളി വിറകില്ല കേട്ടോ. മോൻ ഓടിപ്പോയിട്ട് കുറച്ച് വിറക് കൊണ്ടുവരൂ, കൃഷ്ണയും കൂട്ടിക്കോളൂ. യദിന്ധനാർത്ഥം ഗുരുദാര ചോദിതൈഹി. അങ്ങനെ ഭഗവാന്റെ മറ്റേ ഗുരുവിൻ്റെ പത്നിയായിരിക്കുന്ന ആ ഗുരുപത്നിയാൽ പ്രേരിപ്പിക്കപ്പെട്ട് നമ്മൾ പോയി. അവിടെ പോയി മരങ്ങളുടെ മുകളിൽ കയറി ഉണങ്ങിയ കമ്പുകളെല്ലാം പൊട്ടിച്ച് താഴ്ത്തിട്ടു. 2 കെട്ടാക്കി പൊന്തിച്ചു. അപ്പോഴേക്കാണ് അപർത്തുവർഷം. ഋതുവർഷം. വർഷകാലം അല്ലാതെ. എന്നിട്ടും മഴ പെയ്തു. അതാണ് അപർത്തുവർഷം. തദമർഷി കാനനെ. ആ കാട്ടിൽ എന്തെന്നില്ലാത്തതായ ഒരു മഴ പെയ്തു. അത് സഹിക്കേണ്ടി വന്നു. സുധാമാവ് ചോദിച്ചു, കൃഷ്ണ എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമുക്ക് ഇന്നിപ്പോൾ രാത്രി ഇവിടെ കൂടാം, ഇന്നിപ്പോൾ പോകണ്ട. ആ വിറക് കെട്ട് അങ്ങനെ ചാരി വയ്ക്കുക. മരത്തിൽ ചാരി വെച്ചു. മഴ കൊള്ളാതിരിക്കാൻ മരത്തിൻ്റെ മുകളിൽ കയറി ഇലകളുണ്ടല്ലോ, ഇലകളുടെ ഇടയിൽ അങ്ങനെ ഇരുന്നു. അങ്ങനെ 2 പേരും കൂടി കെട്ടിപ്പിടിച്ചുകൊണ്ട് അങ്ങനെ ഇരുന്നു. അപ്പോഴാണ് ഒരു ശബ്ദം കേൾക്കണു. സുധാമാവേ, എന്താ ശബ്ദം? തണുപ്പ് കൊണ്ട് പല്ല് കടകടാന്ന് പറഞ്ഞതാണ്. ഗുരുപത്നി സുധാമാവിൻ്റെ കയ്യിൽ കുറച്ച് അവിൽ കൊടുത്തു. വിശക്കുമ്പോൾ 2 കൂടി തിന്നോളും കേട്ടോ. ഇനിയിപ്പോൾ കൃഷ്ണ കൊടുക്കാനൊന്നും സാധിക്കില്ല. താൻ തന്നെ വായിൽ മുഴുവനും കിട്ടു. ഏതൊരവിലെന്ന് ഭഗവാന്റെ അവിൽ കൊടുത്തില്ലയോ, അത് കൊടുത്തപ്പോൾ മാത്രമാണ് തൻ്റെ ദുരിതം തീർന്നത്. അതാണ് അപർത്തുവർഷം തദമർഷികാനനെ. ആ മഴ മുഴുവൻ സഹിച്ചു. കുറച്ച് ഉറങ്ങിയിട്ടുണ്ടാവാം, പക്ഷെ 2 പേരും കെട്ടിപ്പിടിച്ച് കൂടി ഇരുന്നു. രാവിലെ മഴയെല്ലാം മാറി. 2 പേരും താഴത്തിറങ്ങി കെട്ടെടുത്തുകൊണ്ട് വേഗത്തിൽ പോവാണ്. അപ്പോഴേക്കതാ ഗുരുനാഥൻ വരുന്നു. വടി നീട്ടി കുത്തിയിട്ടാണ് വരുന്നത്. എന്തെന്നില്ലാത്ത പരിഭ്രമത്തോടുകൂടി. ആ പാദങ്ങളിൽ നമസ്കരിച്ചു. പുരാകൃതം. ഇത് ഓർമ്മയില്ലേ സുധാമാവ്? എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട് കേട്ടോ. ഇതാണ് ഇപ്പോഴും ഒന്നും മിണ്ടുന്നില്ല. ശ്ലോകം 6. ത്രപാദിഷ.
എന്തെന്നില്ലാത്ത ലജ്ജയോടുകൂടി കണ്ണുപോലും തുറക്കാതെ എന്താണ് രുക്മിണി ഇതെല്ലാം കാണുന്നുണ്ടല്ലോ, ഇദ്ദേഹം കാണിക്കുന്നതെല്ലാം പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടല്ലോ എന്നുള്ള ലജ്ജ. ത്രപാജുഷോ അസ്മാത്, അങ്ങനെ ലജ്ജയോടുകൂടി ഇരിക്കുന്ന അദ്ദേഹത്തിൽ നിന്ന് എന്തോ ഒരു കെട്ടത് കൈ എന്താ ഇങ്ങനെ പിടിച്ചിരിക്കണം, അപ്പുറത്ത് എന്തോ ഒരു കെട്ട് കാണുന്നുണ്ടല്ലോ. പൃഥുകമ്പലാത പ്രഗൃഹ്യ, ആ അവിൽപ്പൊതിയെ താൻ പിടിച്ചു വാങ്ങി, കൊടുത്തതല്ല പിടിച്ചു വാങ്ങി. പൃഥുകം ബലാതത പ്രഗൃഹ്യ, ഭഗവാൻ തട്ടിപ്പറിച്ചു എന്ന് തന്നെ പറയാം, തട്ടിപ്പറിച്ചു. നോക്കി എന്ത് രസമായിട്ടുള്ള അവിലാണ്. എടുത്തു വരച്ച മുഷ്ടവും സഹൃദാശ്വതിയത്വയാ, ഒരു പിടിയെടുത്ത് വായിലിട്ടു. നല്ല സ്വാദ്, നല്ല സ്വാദ്. കുറച്ചുകൂടി കഴിക്കാം എന്ന് പറഞ്ഞ് കൈ എടുക്കാൻ പുറപ്പെടുമ്പോഴേക്കേ അതാ ലക്ഷ്മി ദേവി എത്തി, രുക്മിണി എത്തി. കൃതം കൃതം നന്വിയത, മതി മതി, യഥാ കൃതം, അപ്പം അങ്ങിപ്പോൾ ഈ ചെയ്തതുകൊണ്ട് മതി, ഇനി ഒട്ടും വേണ്ട എന്നർത്ഥം. യഥാകൃതം, എന്താണോ അങ്ങ് ഉദ്ദേശിച്ചത് അത് ചെയ്യപ്പെട്ടു. കൃതം കൃതം നനു യഥ. എന്തുകൊണ്ടാണ് ലക്ഷ്മി ദേവി അങ്ങനെ പറഞ്ഞത് എന്ന് ആചാര്യന്മാർ പറയാറുണ്ട്. ഭാഗവതവും പറഞ്ഞിട്ടില്ല. ഭഗവാൻ എപ്പോഴാണോ ഈ അവിൽ ഭക്ഷിച്ചത് കുചേരൻ എന്തെന്നില്ലാത്ത ധനം കൊടുത്തു. രണ്ടാമത്തെ പിടി കൂടി കഴിച്ചിരുന്നെങ്കിൽ എനിക്കവിടെ ദാസിയായിട്ട് പോകേണ്ടി വരും എന്ന് ആചാര്യന്മാർ പറയാറുണ്ട്. അത്രയേ ഉള്ളൂ, ഭാഗവതം പറയുന്നില്ല. സംഭ്രമാ, രുക്മിണിയുടെ മുഖത്ത് എന്തെന്നില്ലാത്ത സംഭ്രമമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഉപേത്യ കരം രുരോധതേ, ഹേ ഗുരുവായൂരപ്പ അങ്ങയുടെ കൈ പിടിച്ച് തടഞ്ഞത്. ഭഗവാന് മനസ്സിലായി, ഭഗവാൻ നിർത്തിയെന്നർത്ഥം. അപ്പോൾ എന്തൊരു ധനമാണ് ഭഗവാന് നൽകാനുള്ളത്, അത് നമ്മൾ നൽകിക്കൊണ്ടേയിരിക്കണം. നമുക്ക് കിട്ടുന്നതായ ധനത്തിൻ്റെ ഒരു ഓഹരി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇത് ഭഗവാന് കൊടുക്കാൻ പറഞ്ഞതാണ്, കൊടുക്കാതിരുന്നത്. അപ്പം അത് തിരിച്ചു കിട്ടിയിട്ട് എല്ലാവിധ ഐശ്വര്യങ്ങളും കൊടുക്കൂ എന്നർത്ഥം. ജീവിതം ധന്യമാകണോ, ധനത്തിൻ്റെ ഒരു ഭാഗം ഭഗവത് പൂജയ്ക്കായിട്ട്, അതാണ് ക്ഷേത്രങ്ങൾക്കാവാം, ആശ്രമങ്ങൾക്കാവാം, സാധു കുടുംബങ്ങൾക്ക് കൊടുക്കാം, മതി, അതൊരു പൂജ തന്നെയാണ്. അവർക്ക് ആഹാരത്തിനായിട്ട് കൊടുക്കാം. അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ ഒരു ഭാഗം കൊടുക്കേണ്ടതാണ്. എന്നൊക്കെ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നർത്ഥം. രമാകിലോപേത്യ കരം രോധതേ, ലക്ഷ്മി ദേവി രുക്മിണി വന്ന് അവൻ്റെ കൈ പിടിച്ച് നിർത്തി. എന്നെ അങ്ങോട്ട് ദാസിയായിട്ട് അയക്കരുതേ എന്നുള്ളതായ ആ ഒരു അഭ്യർത്ഥന അതിലുണ്ട് എന്നർത്ഥം. ഭഗവാന് മനസ്സിലായി, ഭഗവാൻ രണ്ടാമത്തത് എടുത്തില്ല. ഭഗവാനെ സംബന്ധിച്ച് നമ്മൾ എന്തു കൊടുത്താലും ഭഗവാൻ സ്വീകരിക്കുന്നുണ്ട്. ഭാഗവതവും പറയുന്നുണ്ട്, ഭഗവത്ഗീതയും പറയുന്നുണ്ട്. പത്രം പുഷ്പം ഫലം തോയം
യോ മേ ഭക്തിയാ പ്രയച്ഛതി തദഹം ഭക്തിവിഹൃതം അശ്നാമി പ്രയതാത്മനഃ. പ്രയതാത്മനഃ, മനസ്സ് പരിശുദ്ധമായവരാണ് തരുന്നത്. അതെന്തായാലും ഞാൻ സ്വീകരിക്കും. തുളസി ഇലയായാലും, പത്രം, ഒരു പുഷ്പമായാലും, പഴമായാലും, അല്ല ഒന്നുമില്ലെങ്കിലോ വെള്ളം. പത്രം പുഷ്പം ബലം തോയം യോമേ ഭക്തിയാ പ്രയച്ഛതി. ഭക്തിയാണ് ഞാൻ സ്വീകരിക്കുന്നത്. തദഹം അശ്നാമി, ഞാൻ കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ സ്വീകരിക്കുന്നു. പ്രയതാത്മനഃ, അപ്പോൾ മനസ്സ് പരിശുദ്ധമാവണം. മനസ്സ് പരിശുദ്ധമാവണം. പരിശുദ്ധമായ മനസ്സിൽ കൊണ്ട് കൊടുക്കുന്നതേ ഭഗവാൻ സ്വീകരിക്കൂ. ഗുരുവായൂരും മറ്റുമൊക്കെ കോടിക്കണക്കിനുള്ളതായ സ്വർണവും പണമൊക്കെ ഇടുന്നതുണ്ട്. ഭഗവാൻ സ്വീകരിക്കില്ല. അതൊന്നും അധികം കൊടുത്താലും അഭക്തന്മാർ കൊടുത്താൽ സ്വീകരിക്കുന്നില്ല എന്ന് പറയുന്നു. ഭൂരി അഭക്തോപഹൃതം നമ്മേ തോഷായ കൽപ്പതേ. എനിക്ക് സന്തോഷമുണ്ടാവില്ല, ഞാനത് സ്വീകരിക്കാറില്ല. നേരെ പിടിച്ച് ഭക്തിയോടി തന്നാൽ പത്രമോ പുഷ്പമോ ഫലമോ തോയമോ ഞാൻ സ്വീകരിക്കുന്നു. അപ്പോൾ ഇവിടെ അവില് എങ്ങനെയുള്ള അവിലാണെന്നേ അറിയില്ല, പക്ഷെ ഭഗവാനത് സ്വീകരിച്ചു. ഉടനെ തന്നെ അനുഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ അന്ന് രാത്രി അവിടെ കഴിഞ്ഞുകൂടുകയാണ്.